സംസ്ഥാനത്ത് രണ്ടിടങ്ങളിലായി വാഹനാപകടത്തിൽ 6 മരണം. കൊല്ലം മൂച്ചിറയിൽ ജീപ്പ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് അച്ഛനും 2 മക്കളും മരിച്ചു. കണ്ണൂർ മാതമംഗലത്ത് ബൈക്ക് ഇടിച്ച് 2 കാൽനട യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. തേവലക്കര സ്വദേശി പ്രിൻസ് തോമസും കുടുംബവും സഞ്ചരിച്ച താർ ജീപ്പ് രാവിലെ 6:30-ഓടെയാണ് വലിയ കുളങ്ങരയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ചേർത്തലയ്ക്ക് പോയ KSRTC ബസ്സുമായി ജീപ്പ് കൂട്ടിയിടിച്ചു. പ്രിൻസ്, മക്കളായ അതുൽ, അൽക്ക എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പ്രിൻസിന്റെ ഭാര്യ വിദ്യ സൂസൻ, മകൾ ഐശ്വര്യ എന്നിവർ ചികിത്സയിലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുവിനെ ആക്കിയ ശേഷം തിരികെ വരുമ്പോഴായിരുന്നു അപകടം. ATMന്റെ ഫ്രണ്ടിൽ വെച്ച് റോഡിൽ കിടന്ന് കറങ്ങി അടിച്ചേച്ച് വന്ന് ഈ താറ് വന്ന് അതിലിടിക്കുന്നത്. ഇടിച്ചു കയറി അപ്പോഴേ ഒരു പെങ്കൊച്ച് വെളി ചാടി ഗ്ലാസ്സിൽ കൂടെ. പിന്നെ ബസ്സിൽ നിന്നൊരു ചേച്ചി ചാടി. ആ ചേച്ചിയുടെ കാര്യം കഷ്ടമാണ്. ഡ്രൈവറും കണ്ടക്ടറും നിന്ന് കരയുക കിടന്നു. അവത്തെങ്ങൾ എന്ത് ചെയ്യാനൊക്കും? കണ്ണൂർ മാതമംഗലത്ത് വെച്ച് ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരായ എരമം ഉള്ളൂരിലെ വിജയൻ, രതീഷ് എന്നിവരാണ് മരിച്ചത്. ബൈക്കോടിച്ച ശ്രീതുൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെക്കിക്കുളത്ത് ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. പാറാൽ പള്ളിയത്തെ MK നിഹാലാണ് മരിച്ചത്. കോഴിക്കോട് കോരപ്പുഴയിൽ ടൂറിസ്റ്റ് ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. കോഴിക്കോട് പെരുവയലിൽ സ്കൂട്ടറിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. ചെറുപ്പ സ്വദേശി പുനത്തിൽ നബീസയാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മകന്റെ കുട്ടിക്ക് സ്കൂട്ടർ യാത്രക്കാർക്കും പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനീസ്ലി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ്ലി, എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കോഴിക്കോട് പെരുവയലിൽ ഈ അപകടം ഉണ്ടാകുന്നത്. സ്കൂട്ടർ യാത്രികർ വലിയ വേഗതയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത്. എന്തായാലും ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്കൂട്ടർ ഇടിച്ച് യാത്രക്കാരി മരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ഒരു ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മടങ്ങുകയായിരുന്നു ഈ വനിത എന്നാണ് അറിയുന്നത്. ഈ നടന്നു പോകുന്നതിനിടെ അമിത വേഗതയിൽ എത്തിയ സ്കൂട്ടർ ഇടിച്ചാണ് ഇവർ മരിച്ചത് എന്ന് പറയുന്നു. എന്തായാലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ മകന്റെ കുട്ടി കൂടി ഇപ്പോൾ നല്ല പരിക്കോടുകൂടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂട്ടർ യാത്രികരായിരുന്ന 3 പേരാണ് ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന. അവർ 3 പേരും ഇപ്പോൾ ചികിത്സയിൽ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ ഒരാൾക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അല്പം ഗുരുതരമായ പരിക്കുകളുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമ്മളിപ്പോൾ അറിയുന്നത്. ഏതായാലും ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് സ്കൂട്ടർ യാത്രക്കാർ അമിത വേഗതയിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രാഥമികമായി മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ശരി, അനീസ്ലിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.